ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ തന്റെ നിലപാടുകൾ കടുപ്പിച്ച ഗൗതം ഗംഭീർ വിമർശകരുടെ ചോദ്യങ്ങൾക്കോ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്കോ മറുപടി നൽകലല്ല തന്റെ ജോലിയെന്നും ഡ്രസ്സിംഗ് റൂമിലെ താരങ്ങളോട് സത്യസന്ധത പുലർത്തുക എന്നതാണ് തന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ANI പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ എപ്പോഴും വ്യക്തിഗത പ്രകടനങ്ങൾക്കും സൂപ്പർ സ്റ്റാറുകൾക്കും പിന്നാലെ പോകാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ തനിക്ക് വേണ്ടത് ഒരു സൂപ്പർ ടീമിനെയാണെന്ന് ഗംഭീർ പറഞ്ഞു. വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയേക്കാൾ ടീമിന്റെ കൂട്ടായ വിജയത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ടു. കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യൻ ടീമിലുണ്ടായ വലിയ മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ടീമിലെ ഒരാൾ പോലും തന്റെ വ്യക്തിഗത റെക്കോർഡുകളെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. ഈ സ്വാർത്ഥതയില്ലാത്ത മനോഭാവമാണ് ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതെന്നാണ് ഗംഭീറിന്റെ നിരീക്ഷണം. മലയാളി താരം സഞ്ജു സാംസണെ ലോകകപ്പിൽ ഉടനീളം പിന്തുണച്ചതിനെക്കുറിച്ചും ഗംഭീർ വാചാലനായി. സഞ്ജുവിന്റെ പ്രതിഭയിൽ തനിക്ക് ഒരിക്കലും സംശയമുണ്ടായിരുന്നില്ല. ടീമിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് താൻ വിശ്വസിച്ചിരുന്നതായും പരിശീലകൻ വെളിപ്പെടുത്തി. ലോകകപ്പിന് തൊട്ടുമുമ്പ് ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ T20 ക്രിക്കറ്റിൽ 3 സെഞ്ചുറികൾ നേടിയ ഒരാൾക്ക് ഒരു പരമ്പരയിലെ പരാജയം വലിയ തിരിച്ചടിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടക്കത്തിൽ ഒരു ചെറിയ ബ്രേക്ക് നൽകിയതെന്ന് ഗംഭീർ വിശദീകരിച്ചു. ടൂർണമെന്റിലേക്ക് സഞ്ജു തിരിച്ചുവന്ന രീതി മനോഹരമായിരുന്നു. തന്നിൽ ടീം അർപ്പിച്ച വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്സ് പുരസ്കാരം നേടിയതിലൂടെ സഞ്ജു തന്റെ മികവ് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചുവെന്നും ഗംഭീർ അഭിമാനത്തോടെ പറഞ്ഞു. ഫൈനലിൽ അർഷ്ദീപ് സിംഗ് ടാരൽ മിച്ചലിന് നേരെ പന്ത് വലിച്ചെറിഞ്ഞ സംഭവത്തിൽ അർഷ്ദീപിനെ അദ്ദേഹം പിന്തുണച്ചു. രാജ്യത്തിനു വേണ്ടി കളിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീര്യം അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. താൻ എറിഞ്ഞ പന്ത് സിക്സറിലേക്ക് പോകുന്നത് കാണാൻ ഒരു ബൗളറും ആഗ്രഹിക്കില്ല. അർഷ്ദീപ് പന്ത് എറിഞ്ഞ ശേഷം പിന്നീട് ക്ഷമ ചോദിച്ചുവെങ്കിലും അതിന്റെ പോലും ആവശ്യമില്ലെന്നാണ് ഗംഭീറിന്റെ പക്ഷം. കളിക്കാർ അവരുടെ സ്വാഭാവിക ശൈലിയിൽ കളിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളെ വിഷലിപ്തമെന്നാണ് ഗംഭീർ വിശേഷിപ്പിച്ചത്. ഒരു താരത്തിന്റെ മോശം സമയത്ത് അവരെ വേട്ടയാടുന്ന രീതി ശരിയല്ല. പുറത്തുനിന്നുള്ള ഇത്തരം ശബ്ദങ്ങൾ ടീമിനെ ബാധിക്കാതിരിക്കാൻ താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടീമിലെ 30 താരങ്ങളോടും താൻ പുലർത്തുന്ന സത്യസന്ധമായ ഇടപെടലാണ് ഡ്രസ്സിംഗ് റൂമിലെ സമാധാനത്തിന് കാരണം. ഓരോ താരത്തിനും അവരുടെ റോളിനെ കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയിട്ടുണ്ടെന്നും ഈ സുതാര്യതയാണ് ടീമിന്റെ വിജയ രഹസ്യമെന്നും ഗൗതം ഗംഭീർ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു.